എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വലിയ വഴക്കുകളൊക്കെ നടന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് രവീന്ദ്രനാണെ വല്ലാത്ത വിഷമമായിരുന്നു രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം. കാരണം മരുമോളായിട്ടല്ല, സ്വന്തം മോളായിട്ടാണ് രേവതിനെ കണ്ടിരുന്നത് രവീന്ദ്രന്. പിന്നീട് ലക്ഷ്മിയമ്മ കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ ലക്ഷ്മിയമ്മ മാപ്പ് ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്. എന്റെ മോൾ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരബദ്ധം പറ്റിപ്പോയി, അവളോട് ക്ഷമിക്കുക, ഇനി ഇങ്ങനെയൊന്നും അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, അവളതൊന്നും ആവർത്തിക്കില്ല എന്ന് പറയാണ്. അതിനുശേഷം രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും സാരമില്ല ലക്ഷ്മിയമ്മേ, ഞാൻ അവളെ മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ട് തന്നെയാണ് കരുതിയേക്കുന്നത്. അതുകൊണ്ട് അവൾ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും എനിക്കതൊക്കെ ക്ഷമിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്വാതന്ത്ര്യത്തോടെ കൂടെ ഞാൻ അവളോട് ഇത്രയും നാൾ ഇടപെട്ടുകൊണ്ടിരുന്നേ, അല്ലാതെ ഒരച്ഛനെ പോലെ അല്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നീട് രേവതിയോട് പറഞ്ഞു, അതെ പറഞ്ഞോ കേട്ടല്ലോ രവിയേട്ടൻ, ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് നീ ആ വീട്ടിലേക്ക് വന്നേക്കരുത്. വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആ വീടിന് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓരോ ചെറിയ കാര്യത്തിന് പോലും പിണങ്ങിയിട്ട് അങ്ങോട്ട് വരാൻ നോക്കരുതെന്നൊക്കെ പറഞ്ഞ് രേവതിനെ ഉപദേശിച്ചിട്ടാണ് ലക്ഷ്മിയമ്മ പോകുന്നത്. ലക്ഷ്മിയമ്മ പോകുന്ന സമയത്ത് രേവതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. എന്തോ താൻ അച്ഛനോട് ചെയ്ത് തെറ്റായിപ്പോയി, അച്ഛനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞ അച്ഛൻ തന്റെ ജീവിതം രക്ഷിക്കുകയോ ചെയ്തേ. തന്റെ ജീവിതത്തിന് വേണ്ടിയാണ് 50 ലക്ഷം രൂപ സുധിക്ക് കൊടുത്തത് തന്നെ. അങ്ങനെയെങ്കിലും തന്റെ ജീവിതം സേഫ് ആകില്ലെന്ന് കരുതി. പക്ഷെ അത് അവൻ ചതിച്ചിട്ട് പോയതിന് അച്ഛനൊരു പങ്കുമില്ല. ശരിക്കും പറഞ്ഞ അച്ഛന്റെ ജീവിതകാലം മുഴുവന് അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയെന്ന തുകയാണ് കൊണ്ടുപോയത്. അപ്പൊ അച്ഛനായിരുന്നു ശരിക്കും ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടത്. താൻ തെറ്റ് ചെയ്യുന്നൊരു ചിന്ത രേവതിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് രവീന്ദ്രനോട് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുവാണ് രേവതി. ഈ സമയത്ത് രേവതിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അകത്ത് എന്നിട്ട് ഇനി ഇതിന്റെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട. അറിയാലോ സച്ചിൻ നീയും തമ്മിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കണം. നീ എനിക്കറിയാം, നിനക്ക് സച്ചിനെ മാറ്റിയെടുക്കാൻ പറ്റും, നിനക്കേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് കുറച്ചാളല്ലേ ആയുള്ളൂ. അവന്റെ സ്വഭാവം അറിയാലോ, നിന്നെ ഇഷ്ടപ്പെടാതെ ഞാൻ പറഞ്ഞോട് മാത്രം നിന്റെ കഴുത്തിൽ താലി ആർത്തിയവൻ അവന്. അപ്പൊ അവന് മാറാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. അവൻ നല്ലവനാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. നീ അവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. തെറ്റും കുറ്റവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിക്കുകയാണ്. പിന്നീട് രേവതി മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. രേവതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ആസ്വദിച്ച് പാട്ടൊക്കെ ഇട്ട് സച്ചി ഇരിക്കുമായിരുന്നു. സച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവള് പോയല്ലോ, രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ തന്നെ തോന്നിയാസം നടക്കാം, അച്ഛൻ തന്നെ ഉപദേശിക്കാൻ പറ്റില്ല. എപ്പോഴേലും വൈകുന്നേരം കയറി വന്നാൽ മതി. ഇല്ലെങ്കിൽ നേരത്തെ കാലത്ത് വീട്ടിൽ വരണം, അല്ലെങ്കിൽ അച്ഛന് വരെ ഉപദേശം. നീ എന്താടാ ഇത്ര സമയമായിട്ടും വരാതിരുന്നേ, ഒരു പെണ്ണ് നിന്നെ കാത്തിരിക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ എന്നൊക്കെ അവിടുത്തെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താ രേവതിയുടെ വരവ്. രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ആ പടെ ചിരിയാ വന്നേ. രേവതി ചോദിച്ചു, അല്ല എന്താ പറ്റി ഇങ്ങോട്ട് പോന്നേ? ഞാൻ ഓർത്തു അവിടെ പോയിട്ട് അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസം ആക്കോളുന്ന്. ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു. എന്റെ ഭഗവാനെ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയണല്ല. രേവതി ഒന്നും മിണ്ടിയില്ല. അതെന്ത് പറ്റി? പോയ വഴിക്ക് നാക്കൂടെ ഇല്ലാതായോ? എന്താ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കണം. പോയ പോക്ക് കണ്ടപ്പോ ഞാൻ ഓർത്തു ഇനിയിപ്പോ ഉടനെ എങ്ങും വരത്തില്ലാന്ന്. ഇതിപ്പോ എന്താ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ പോയതിനേക്കാൾ സ്പീഡിലല്ലേ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? എന്ത് പറ്റി മോള്? പോയിട്ട് ആ വീട്ടിൽ നിന്ന് ഓടിച്ചോന്ന് ചോദിക്കുകയാണ്. രേവതി പറഞ്ഞു, ഓടിച്ചൊന്നും ഇല്ല. പിന്നെന്താ ഇങ്ങോട്ട് തിരിച്ചു പോന്നേ? അല്ല തിരിച്ചു പോന്നോ കൊള്ളാം, തിരിച്ചു വരാൻ ഞാനും ആഗ്രഹിച്ചായിരുന്നു പറയാം. ഓ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചായിരുന്നില്ലേ? എനിക്കറിയായിരുന്നു. ഈ ഭർത്താക്കന്മാരൊക്കെ പുറേ ഭാര്യമാര് പോയി കഴിയുമ്പോഴിങ്ങനെ വരുവല്ലേ? അതെ പോവല്ലേ മോളെ എന്ന് പറഞ്ഞോണ്ട്. ഓ അതായിരിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതോ? അങ്ങനെ എന്റെ പട്ടി വരുന്നതിന്റെ പുറകെ കാല് പിടിച്ച് നീ തിരിച്ചു വന്നെന്ന് ഉദ്ദേശിച്ചേ അച്ഛനോട് മാപ്പ് പറയാൻ വേണ്ട. അച്ഛനോട് അത്ര മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നീ പോയത്? അച്ഛനോട് നീ സോറി പറഞ്ഞോന്ന് ചോദിക്കണം. പറഞ്ഞു. എന്തു പറഞ്ഞു? സോറി പറഞ്ഞു. ഓ നന്നായി, അത്രയെങ്കിലും ബോധം ഉണ്ടായല്ലോ. മേലാൽ ഇനി എന്റെ അച്ഛനോട് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ആരോട് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ അച്ഛനോടും അച്ഛമ്മയോടും അവരോട് മാത്രം കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന അവരെ രണ്ടുപേരുമാ. അവരെ രണ്ടുപേരും കഴിഞ്ഞിട്ടോ വേറെ ആരും ഉള്ളൂ ആ സ്ഥാനത്ത്. ഇപ്പം നീ അത് പറഞ്ഞ സമയത്ത് വേറെ ആരാണെങ്കിലും അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരുടെ കർണം അടിച്ചു പൊട്ടിച്ചാനെന്ന് പറയണം. നീ ആയതുകൊണ്ട് ഞാനും കൂടെ ക്ഷമിച്ചു. പോരാത്തന്നെ എന്റെ അച്ഛൻ പറയുകയും ചെയ്തുകൊണ്ട് രേവതിക്ക് അങ്ങനെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. പിന്നീട് സച്ചി ഓരോന്ന് രേവതി കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. രേവതി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡ്രസ്സ് ഇറങ്ങിയ ബാഗ് കൊണ്ട് അലമാരിക്കകത്തേക്ക് വെക്കുക. സച്ചി പറഞ്ഞ അത് അലമാരിക്കകത്തൊന്നും വെക്കണ്ട, ആ പുറത്തേക്ക് അങ്ങോട്ട് വെച്ചോ. കാരണം എപ്പോഴാണ് ആവശ്യം വരണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനിയും പിണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ രണ്ടും കൂടെ അടിയുണ്ടാക്കി പോകുന്ന സമയത്തെ ബാഗ് എടുത്ത് നീ ബുദ്ധിമുട്ടുണ്ട. അത്ര സ്പീഡ് നിനക്ക് അത്ര നേരത്തെ നിനക്ക് പോവാലോ എന്ന് പറയണം. രേവതി മൈൻഡ് പോലും ചെയ്തില്ല. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ
രവീന്ദ്രന്റെ അടുത്തേക്ക് കല്യാണം വിളിക്കാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വരുന്നുണ്ട്. കല്യാണം വിളിക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും അവര് രവീന്ദ്രൻ അവിടെ കയറ്റിയിരുത്തി ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല ഇത് ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയും കുശലവും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് അവർ പറഞ്ഞു, അതെ ഞങ്ങളുടെ മോടെ കല്യാണമാ, കല്യാണം പറയാൻ വന്നാന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രമ്യം ചോദിച്ചു, ഇത്ര പെട്ടെന്ന് കല്യാണപ്രായമായോ? ഇന്നാളൊക്കെ ചെറിയ കൊച്ചല്ലായിരുന്നു ചോദിക്കണം. അത് പണ്ട്. ഇപ്പോഴവളുടെ പഠനമൊക്കെ കഴിഞ്ഞ അവളുടെ നല്ലൊരു ആലോചന വന്നപ്പോ അങ്ങ് നടത്തിയേക്കാന്ന് വെച്ചു. ഇന്നത്തെ കാലത്ത് ഇനിയിപ്പം ജോലിയുള്ളൊരു ചെറുക്കനെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാന്ന് പറയണം. അത് ശരിയാന്ന് ചന്ദ്രമതി പറഞ്ഞു. പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, ജോലി വേണമെന്നപ്പോ രവീന്ദ്രനും പറഞ്ഞു. ഒരു കൊട്ട് കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് സുധി അങ്ങോട്ട് വരുന്നുണ്ട്. സുധിനെ കണ്ടപ്പോ തന്നെ ചോദിക്കും. സുധിയുടെ ചട്ടിച്ചട്ടിയുള്ള വരവ് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി എന്തോ അപകടം സംഭവിച്ചിരുന്നതൊക്കെ. പിന്നീട് സുധിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പൊ സുധി പറഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ടായതൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് രേവതി അങ്ങോട്ട് വന്നു. രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഇതെന്റെ മരുമോള് രേവതി എന്ന് പറയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ റിസപ്ഷന്റെ സമയത്ത് കണ്ടതാന്ന് പറയാണ്. പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നേ, അതുകൊണ്ട് കല്യാണം കൂടാൻ പറ്റിയില്ല. ഞാൻ സ്തുതിക്ക് ചേരുന്ന പെൺകുട്ടി തന്നെ കേട്ടോ. എന്നാലും രവിയേട്ടന് ഇത്ര നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടീനെ സ്തുതിക്ക് വേണ്ടിയിട്ട് എവിടെ പോയി ഒപ്പിച്ചുകൊണ്ട് വന്നു? കല്യാണത്തിനെന്ന് ഞാൻ ഓർത്തെ അതൊക്കെ മേക്കപ്പ് ആയിരിക്കുന്ന റിസപ്ഷൻ എന്ന സമയത്ത് ഓർത്തെ. പക്ഷെ മേക്കപ്പ് അല്ല, നല്ല ഐശ്വര്യമുള്ള മുഖമാണ്, സ്തുതിക്ക് ചേരുന്ന പെണ്ണ് തന്നെയെന്ന് പറയണം. ചന്ദ്രമതിയുടെ മുഖമൊക്കെ വിളറി വെളുത്തിരിക്കുക. സ്തുതിക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നി. എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രവീന്ദ്രനും ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. സച്ചി പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, നിങ്ങളോട് ആരെ പറഞ്ഞേ സ്തുതിക്ക് ചേരുന്ന പെണ്ണാന്ന്? നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാനെന്നൊക്കെ ചോദിക്കണം. അവരാകപ്പാടെ അമ്പരന്ന് പോയി. അവര് പറയും, സച്ചിൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, നിങ്ങൾ അറിഞ്ഞിട്ട് മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി ചോദിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ദേ സച്ചി, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? അത് സ്തുതിക്ക് ചേരുന്ന പെൺകുട്ടി തന്നെയല്ലേ രേവതി, പിന്നെ എന്താ സംശയം? സ്തുതിക്ക് ചേരുന്ന പെണ്ണ്. ഇവനെ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് ഓടിപ്പോയായിരുന്നു. ഇവളെ കല്യാണം കഴിച്ചൊന്നുമില്ല, ഇവളുടെ കഴുത്തിൽ താലി ആർത്തി ഞാനാന്ന് പറയണം. ഇത് കേട്ടത് അവരൊന്നും ഞെട്ടി. അവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. പിന്നീട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയ സച്ചി, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. സച്ചി പറഞ്ഞു, പിന്നെ ഇത് മനഃപൂർവ്വം നാണം കെടുത്താനെന്ന് പറയാണ്. പക്ഷെ അവര് ശരിക്കും അറിയാതെ പറഞ്ഞു തന്നെയായിരുന്നു. റിസപ്ഷനാ വന്നുള്ളൂ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കല്യാണത്തിന് സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയതേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പറയുവാണ്. പിന്നീട് അവർ പോയി കഴിയുമ്പോഴത്തേനും സച്ചി അവിടെ കിടന്ന് സംഹാര താണ്ഡവം തന്നെ ആടുന്നുണ്ട് ചന്ദ്രമതിയോടും സ്തുതിയോടും ഒക്കെ. കാരണം അവരങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എതിർത്താ തന്നെയായിരുന്നു കുഴപ്പം. സ്തുതി കല്യാണ സമയത്ത് 50 ലക്ഷം കൊണ്ട് ഓടിപ്പോയെന്ന് പറയാൻ മേലായിരുന്നു. അപ്പം മാനം പോവുമല്ലോ അല്ലെ, അതുകൊണ്ടായിരുന്നു പറയാതിരുന്നത്. കൊള്ളാം, അന്തസ്സിന് കോട്ടം നടന്ന കാര്യങ്ങളൊന്നും ചന്ദ്രമതി ചെയ്യില്ലല്ലോ എന്ന് പറയണം. ചന്ദ്രമതിക്ക് മുഖത്ത് അടിയേറ്റ് എഴുതിയപ്പോയി. രവീന്ദ്രൻ, സച്ചിൻ നീ എന്തായി പറയണെന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ, ആ സമയത്ത് ഇവർക്ക് വാതുറന്ന് കാര്യം പറയാൻ പാടില്ലായിരുന്നോ? ദേവതയുടെ കഴുത്തി താലി അർത്തി സച്ചിയാന്നുള്ളത് അത് ഇവർക്ക് നാണക്കേടായിരിക്കും, കുറച്ചിലായിരിക്കും. പിന്നെ സുധിയുടെ താലി കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒന്നും മിണ്ടാതിരുന്ന് കണ്ടില്ലെന്ന് ചോദിച്ചിട്ട് സച്ചി ദേഷ്യപ്പെടുവാണ്. രേവതിക്കും ഭയങ്കര വിഷമം വന്നു. പിന്നെ രേവതിയോടും കിടന്ന് കയർക്കുന്നുണ്ട്. നിനക്ക് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൂടായിരുന്നു? നീ അങ്ങോട്ട് ആസ്വദിച്ച് നിന്ന് അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി വിദ്യാഭ്യാസവും പത്രാസമൊക്കെ ഉള്ള ഒരുത്തരാ നിന്റെ താലി കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടാന്ന് തോന്നല്ലോ. രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് സങ്കടമായിപ്പോയി. രേവതി അങ്ങോട്ട് പോവാണ് അങ്ങോട്ട്. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അതെ അവൾക്ക് ഭയങ്കര വിഷമം, ഇനി ഇങ്ങനെ സങ്കടപ്പെടുത്താതെ അവളെ പോയി സമാധാനിപ്പിക്കാൻ ശ്രമിക്കാനൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിയും ബാമയൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ആ വലിയ രഹസ്യമൊക്കെ ബാമയോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നാളെ രാവിലെ വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇനി ഫുൾ വിശേഷമായിട്ട് ഞാൻ വരും. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.